വാഹന വിപണിയിൽ ഏറെ ജനപ്രിയമായ കാറുകളിലൊന്നാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ്. ഈ വർഷം ഏവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഡലും മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ സ്വിഫ്റ്റ് തന്നെയാണ്. വന്ന കാലം മുതൽ തന്നെ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതലായി വാങ്ങുന്ന കാറുകളിൽ ഒന്നുകൂടിയാണ് സ്വിഫ്റ്റ്. ഇക്കാരണം കൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ആളുകൾ കാത്തിരിക്കുന്നത്. SUV ട്രെൻഡിനിടയിലും ഈ മോഡലിന്റെ കാര്യത്തിൽ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. അധികം താമസിപ്പിക്കാതെ പുതുതലമുറ മോഡലിനെ കൂടി ഇറക്കിയാൽ പല SUVകൾക്കും കിട്ടുന്ന വിൽപ്പന കൂടി സ്വിഫ്റ്റിലേക്ക് കൊണ്ടുവരാനും മാരുതിക്ക് സാധിക്കും. ഇത് തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് ഹാച്ചിന്റെ ഇത്തവണത്തെ വരവ്. ഒരു മോഡേൺ ടച്ചാണ് കാഴ്ചയിലും ഫീച്ചറുകളിലും കാണാൻ സാധിക്കുക. UK, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ കാറിന്റെ വിൽപ്പന ഇതിനോടകം തന്നെ ബ്രാൻഡ് ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഏറ്റവും കൂടുതൽ ചോദ്യം ഉയരുന്നത് കാറിന്റെ സേഫ്റ്റിയെ കുറിച്ചാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് ഇത്തവണ സ്വിഫ്റ്റിനെ പണിതിറക്കിയിരിക്കുന്നത്. ഇക്കാര്യം ആളുകളിലേക്ക് എത്തിക്കാനായി വാഹനത്തെ ക്രാഷ് ടെസ്റ്റിനും വിധേയമാക്കി കഴിഞ്ഞു. മോശമല്ലാത്ത റേറ്റിംഗ് നേടിയാണ് സുസുക്കി ഇപ്പോൾ എതിരാളികളെ ഞെട്ടിച്ചിരിക്കുന്നത്. ജപ്പാൻ NCAP ക്രാഷ് ടെസ്റ്റിൽ 4 സ്റ്റാർ റേറ്റിംഗ് നേടിയാണ് പുതിയ സ്വിഫ്റ്റ് കരുത്ത് തെളിയിച്ചിരിക്കുന്നത്. ക്രൂയിസ് കൺട്രോൾ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിട്ടുള്ള പുത്തൻ സുസുക്കി സ്വിഫ്റ്റിന്റെ ക്രാഷ് ടെസ്റ്റ് വീഡിയോയിൽ ജാപ്പനീസ് പതിപ്പിന് ലഭിക്കുന്ന ADAS ഫീച്ചറുകളുടെ കൃത്യത പരിശോധിക്കുന്നതിനുള്ള മറ്റു ചില പരീക്ഷണങ്ങളും കാണാൻ സാധിക്കും. മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന കാറിന്റെ ഫ്രണ്ട് കൊളിഷൻ കാണിച്ചുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നത് തന്നെ. ഇതിനുശേഷം ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ലെയിൻ കീപ്പ് അസിസ്റ്റ്, റിയർ കൊളിഷൻ അലേർട്ട് തുടങ്ങിയ സ്വിഫ്റ്റിന്റെ സജീവ സുരക്ഷാ ഫീച്ചറുകളും ജപ്പാൻ NCAP ക്രാഷ് ടെസ്റ്റിൽ പരീക്ഷിക്കപ്പെടുന്നത് കാണാം. ഈ ടെസ്റ്റുകളിലെല്ലാം ഒരു പ്രശ്നവുമില്ലാതെ കാർ വിജയിച്ചു എന്നതാണ് പ്രതീക്ഷ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. വിദേശത്ത് ADAS ഫീച്ചറുകളുമായി വരുന്നതുകൊണ്ടാണ് ഈ മികച്ച സ്കോർ കൈവരിക്കാൻ കാരണമായത്. ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഈ ഫീച്ചർ ഉണ്ടാകില്ല എങ്കിലും 4 സ്റ്റാർ റേറ്റിംഗ് തന്നെ സ്വന്തമാക്കാൻ പുതിയ സ്വിഫ്റ്റിന് സാധിക്കും. ADAS ഫീച്ചറുകൾ പരിശോധിച്ച ശേഷം യഥാക്രമം 55, 64 കിലോമീറ്റർ വേഗതയിൽ ഫ്രണ്ട് സൈഡ് കൊളിഷനിലും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പരിശോധനകളിൽ ഹാച്ച്ബാക്കിന്റെ മുൻഭാഗം തകരാറിലായെങ്കിലും അപകടത്തിൽ സംഭവിക്കുന്ന ഇമ്പാക്റ്റിനെ പില്ലറുകൾ കൊണ്ട് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. എല്ലാ കൂട്ടിയിടികളിലും എയർ ബാഗുകൾ കൃത്യസമയത്ത് തന്നെ തുറന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ കാണുന്ന പരിശോധന ഭാരത് NCAP അല്ലെങ്കിൽ ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റുകൾ നടത്തിയതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും കാറിന്റെ ബിൽഡ് ക്വാളിറ്റിയിൽ സുസുക്കി കാര്യമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. വരാനിരിക്കുന്ന സ്വിഫ്റ്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ മികച്ച സ്കോർ നിലനിർത്തുമെന്നാണ് മാരുതിയുടെ പ്രതീക്ഷ. ഫുൾ റാപ്പ് ഫ്രണ്ടൽ കൊളിഷൻ, ഓഫ്സെറ്റ് ഫ്രണ്ടൽ കൊളിഷൻ ടെസ്റ്റ്, പാസഞ്ചർ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ടെസ്റ്റ് എന്നിവയിലും പുതിയ സുസുക്കി സ്വിഫ്റ്റ് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് കൈവരിച്ചിരിക്കുന്നത്. ഡ്രൈവർക്കും യാത്രക്കാർക്കും വേണ്ടിയുള്ള സൈഡ് കൊളിഷനിൽ കഴുത്തിന് പരിക്കേൽക്കാതെ സംരക്ഷിക്കുന്നതിലും കാൽനട യാത്രക്കാരുടെ ലെഗ് പ്രൊട്ടക്ഷൻ പ്രകടന പരിശോധനയിലും സ്വിഫ്റ്റിന് 5 പോയിന്റ് നേടാനായിട്ടുണ്ട്. അന്താരാഷ്ട്ര വകഭേദം എന്ന നിലയിൽ കൃത്യമായ എക്സ്റ്റീരിയർ ഡിസൈനോടെയായിരിക്കും മാരുതി സ്വിഫ്റ്റ് എത്തുന്നത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.